അത്യാവശ്യം നല്ല ക്രാഷിനൊക്കെ ഇത് നിങ്ങളുടെ ഫെയറിങ്ങിനെയും കാര്യങ്ങളൊക്കെ സേഫ് ചെയ്യും. അത്യാവശ്യം നല്ല സ്ട്രക്ചറൽ റിജിഡിറ്റി ഇതിനുണ്ട്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മാക്സ് റീവ്സ്. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയ സുസുക്കി V-Strom. നമ്മുടെ എല്ലാം എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ക്യാമറയുടെ ബാക്കിലുണ്ട് സന്തോഷ്. പുള്ളിയുടെ പുതിയ V-Strom. ഇതിൽ നമ്മൾ ഈ OEM ക്രാഷ് ഗാർഡ് മാറ്റിയിട്ട് മോട്ടോടോക്കിൻ്റെ വയ്ക്കാൻ പോവുകയാണ്. ഇതാണ് മോട്ടോടോക്കിൻ്റെ V-Strom 250ക്ക് വരുന്ന ക്രാഷ് ഗാർഡ്. സോ ഗൈസ്, ഇത് ഒരു കിറ്റായിട്ട് ഫുൾ സെറ്റോടെയാണ് വരുന്നത്. ഇതിനെ പുറത്തെടുത്ത് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് അതിന് മുന്നേ നമുക്ക് ബൈക്കിൽ വരുന്ന OEM ക്രാഷ് ഗാർഡ് ഇല്ലേ, ഇത് റിമൂവ് ചെയ്യണം. ഇത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മുടെ മോട്ടോ ടോർക്കിൻ്റെ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്ക് അസംബ്ലിംഗ് തുടങ്ങാം. സോ ഗൈസ്, ഫസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഏകദേശം ഒരു 6000 റുപ്പീസ് ആവും. ആമസോണിലും ബാക്കിയെല്ലാം ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടോ ടോർക്കിൻ്റെ വെബ്സൈറ്റിൽ പോയി ഓർഡർ ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കയറി പർച്ചേസ് ചെയ്യുക. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ക്രാഷ് ഗാർഡും ബാക്കി ഐറ്റംസും. ഇതിൻ്റെ ഫിറ്റിങ്സും നട്ട്സും ബോൾട്ട്സും എല്ലാം ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ക്രാഷ് പ്രൊട്ടക്ടർ. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ OEM ക്രാഷ് ഗാർഡ് ഊരി മാറ്റാം. നമുക്ക് സൈഡ് പാനൽ ഇളക്കേണ്ടി വരും അകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാ ഫസ്റ്റ് സീറ്റ് ഇളക്കുക. സീറ്റ് ഇളക്കിയിട്ട് 4ൻ്റെ 2 അലങ്കി വരും, അത് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ട് സീറ്റ് ഇളക്കി വരും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബേസ് ക്ലാമ്പ്. അപ്പോൾ ഇത് നമ്മുടെ ഷാസിയിലാണ് കയറുന്നത്. ഒന്ന് ഫ്രണ്ടിൽ ക്രാഷ് ഗാർഡ് ഇരുന്ന ഇവിടെ ഒരു ഹോളുണ്ട്, അത് 12ൻ്റെ ബോൾട്ടിലാണ് വരുന്നത്. അത് ഇളക്കിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാം. രണ്ടാമത് ഈ ചെയിൻ സ്പ്രോക്കറ്റ്, ഇന്നർ സ്പ്രോക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ എൻജിൻ ഷാസിയിലോട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോൾട്ടുണ്ട്. ഇവിടെ കാണുന്നില്ലേ, ഇവിടെയാണ് രണ്ടാമത്തെ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചെയിൻ കവറും ഈ ബോൾട്ട് ഇളക്കേണ്ടി വരും. ഇത് ഇളകി കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് തന്നെ ആ ബോൾട്ട് ഇളക്കി അവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ബേസ് ക്ലാമ്പ് കൊടുക്കാൻ പറ്റും. ഇവിടെ ഈ പാനൽ ഇളക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ ബാർ വെച്ചിട്ട് അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. വയറിങ്ങൊക്കെ ഒരു അറ്റത്തോട്ടാക്കിയിട്ട് കയറ്റി സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് സിമ്പിളി അങ്ങ് കയറ്റി കൊടുത്താൽ മതി. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും ഈ ബോൾട്ടിൻ്റെ എൻഡ് സൈഡിലും നമുക്ക് ഈ ഒരു ബേസ് പ്ലേറ്റ് കൊടുക്കാം. സോറി ഗൈസ്, ബാക്കിൽ നമുക്ക് വണ്ടിയുടെ ബോൾട്ട് ഇടാൻ പറ്റത്തില്ല. അവരിതിൻ്റെ കൂടെ കുറച്ച് നീളം കൂടിയ ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ബാക്ക് സൈഡിലിടാം. ഇവിടെ നമ്മൾ സെയിം ആ പഴയ ക്രാഷ് ഗാർഡ് ഇരുന്ന 14ൻ്റെ ബോൾട്ട് ഇട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ടൈറ്റ് ചെയ്യാം. വണ്ടിയുടെ OEM ബോൾട്ടും എൻജിൻ മൗണ്ടിങ് ബോൾട്ടും മോട്ടോ ടോർക്കിൻ്റെ ബോൾട്ടും ആയിട്ട് വ്യത്യാസം കണ്ട. നമുക്ക് ഈ ഒരു നീളം ഉണ്ടെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് ഈ ബേസ് മൗണ്ട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ വേറൊരു ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മൗണ്ടിങ് നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി ഫ്രണ്ടിലോട്ട് വരാം. ഇനി നമുക്ക് ഫ്രണ്ട് മൗണ്ടിങ് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബേസ് പ്ലേറ്റിൽ ഇതങ്ങ് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ മൗണ്ട്, ഈ മൗണ്ട് വന്നിട്ട് ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റർ നട്ടുണ്ട് ഫ്രണ്ടിൽ, അവിടെയാണ് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം ക്ലോസപ്പായിട്ട്. ഇവിടെ ഈ ഒരു അലങ്കി കൊടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ സ്ക്രൂ ചെയ്ത് കയറ്റുക.
സോ ഗൈസ് നമ്മൾ റൈറ്റ് സൈഡിലെ ഫിറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു മൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ്റെ മൗണ്ടിൽ വരും. രണ്ടാമത്തത് ഇതാ ഇവിടെ ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റർ നെട്ടുണ്ട് ഇതാ ഇവിടെ, അതിൽ വരും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരു ബോൾട്ടിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ലുക്ക് കിട്ടും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മാനുവൽ നമ്മൾ കൊണ്ട് കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്തൊക്കെ എവിടെ വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തു. അതാണ് നമ്മുടെ ഈ ബേസ് പ്ലേറ്റിൽ ഫിറ്റ് ചെയ്യുന്ന അലൻ കീയുടെ സ്ക്രൂ. ഇനി നമുക്ക് ഗൈസ് അങ്ങനെ നമ്മൾ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് സ്ലൈഡേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അതാ ഒരു അലൻ കീയുടെ ബോൾട്ട് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അതാ ഇവിടെ സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്ത് കയറ്റിയാൽ മതി. ഒരു സൈഡായി. ഗൈസ് ഫൈനലായിട്ട് ഈ ഒരു മൗണ്ടും കൂടെ വയ്ക്കണം. അത് നമ്മുടെ ഈ നടുക്ക് ഇവിടെ. ഇനി ഈ ഒരു മൗണ്ട് ഈ സൈഡിൽ വരും. സോ ഗൈസ് അങ്ങനെ നമ്മൾ ക്രാഷ് ഗാർഡ് ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇതിൻ്റെ മെയിൻ മൗണ്ട് വന്നിട്ട് ഇവിടുത്തെ എൻജിൻ ബോൾട്ട് ഇളക്കി അവിടെ ഇവർ തന്നയ്ക്കുന്ന ബോൾട്ട് ഇട്ടിട്ട് വേണം ഇവിടുത്തെ മൗണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫ്രണ്ടിൽ ക്രാഷ് ഗാർഡ് ഓൾറെഡി ഉള്ള 2 ബോൾട്ടുണ്ട്, അത് 2 ഇളക്കിയിട്ട് അവിടെ വേണം ഫ്രണ്ടിലത്തെ 2 മൗണ്ടിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സപ്പോർട്ടിംഗ് ബാർ ഇവിടെ 2 ഹോളുണ്ട് ബോൾട്ടിനുള്ള, അവിടെ സെറ്റ് ചെയ്യണം. ആ ബോൾട്ടും അവർ തന്നയ്ക്കുന്നേ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഈ മുകളിലെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ നട്ടിൻ്റെ അവിടെയാണ് മുകളിലെ ക്രാഷ് ഗാർഡിൻ്റെ സ്റ്റേ വന്ന് ഫിക്സ് ആവുന്നത്. അവിടെ ഒന്ന് റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ 10ൻ്റെ ബോൾട്ട് വരും, അതിൽ ഫിക്സ് ചെയ്യാം. പിന്നെ അതിനോട് സെക്കൻഡ് അവർ തന്നയ്ക്കുന്ന ബോൾട്ട് ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലത് അതിലോട് ചേർത്ത് വെച്ച് ഫിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അവർ തന്നയ്ക്കുന്ന മാനുവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വരുത്തേണ്ടി വരും, കാരണം അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂവിൻ്റെയൊക്കെ ചെറിയതായിട്ടൊന്ന് പ്രഷർ ചെയ്ത് വളച്ചിട്ട് വേണം നിങ്ങൾക്ക് കൊടുക്കാൻ. ബാക്കി അതർവൈസ് എല്ലാം ഈസിയാണ്. അപ്പോൾ ബാക്കി നമുക്ക് എല്ലായിടത്തും ഫിറ്റ് ചെയ്യാം. സോ ഗൈസ് അങ്ങനെ വണ്ടിയെല്ലാം പാക്ക് ചെയ്തു, റീഫിറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തു നമ്മളെ വാക്ക്. അപ്പോൾ ഇതാണ് മോട്ടോ ഡോഗിൻ്റെ ഫൈനൽ ലുക്ക്. ക്രാഷ് ഗാർഡ് വിസ്റ്റോം 250. ഫ്രണ്ടിൽ നിന്ന് വരുന്ന ലുക്ക് ഇതാണ്. ഒരു അത്യാവശ്യം നല്ല ക്രാഷിനൊക്കെ ഇത് നിങ്ങളുടെ ഫെയറിങ്ങിനെയും കാര്യങ്ങളൊക്കെ സേഫ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ക്രാഷ് സ്ലൈഡേഴ്സും ഉണ്ട്, അതുകൊണ്ട് എൻജിൻ്റെ സൈഡൊന്നും വലുതായിട്ട് ഇഷ്യൂ വരത്തില്ല, ഒരേതൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല സ്ട്രക്ചറൽ റിജിഡിറ്റി ഇതിനുണ്ട്. പിന്നെ എനിക്ക് ഒരേ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്, ഇവർ തരുന്ന ബോൾട്ട്സ് ഇല്ലേ, അത് ഹാർഡൻ ചെയ്ത ബോൾട്ടല്ല, നോർമൽ സ്റ്റീൽ ബോൾട്ട്സാണ്. ഇതിൽ വരുന്നത് ഹാർഡൻ ചെയ്ത ബോൾട്ട്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു ചാനൽ ആൻഡ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് കണ്ടന്റ് ഗൈസ്. നിങ്ങൾക്ക് അറിയാം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് പാടാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് മിഥുൻ സെയിങ് ചാവ്. ബൈ ബൈ.